ആണ്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എളുപ്പത്തിൽ മഞ്ഞൾ കൃഷി എങ്ങനെ നടാൻ, നമ്മളെ വീട്ടിൽ തന്നെ നടാൻ എങ്ങനെയാണ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനത്തെ കൊട്ട എടുത്തിട്ട് നടേണ്ട എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കൊട്ട ഞാൻ ഇത് ബേക്കിലോട്ട് ഇങ്ങനെ മടക്കണേ. ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. കുറച്ച് വലിയോട്ടെ ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. ഇത് ഞാൻ ഇല നിറച്ചിട്ട് കാണിച്ചു തരാം. ഇനി ഇലയോ നിങ്ങൾക്ക് എന്നാ ഇല്ല വെച്ചാൽ ഇല എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, ഉണങ്ങിയ ഇല അത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. എന്തെന്നാ നിങ്ങൾക്ക് ഇല്ല വെച്ചാൽ അതിൽ നിറക്കാം. ചക്കര മുടലോ എന്നാ ഇല്ലെന്ന് വെച്ചാൽ അതിൽ നിറച്ച് കൊടുത്തോളൂ. ഇതൊന്നുമില്ല. ഇതാ അതിൽ ഇല നല്ലോണം അമർത്തിയിട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി നമുക്കിതിൽ ചാണപ്പൊടി ഇട്ട് കൊടുക്കാം. പക്ഷേ ചാണപ്പൊടി ഇല്ലാത്തവരുടെ ഒന്നും വേണ്ട. എൻ്റെ ഇല്ലതുകൊണ്ട് ഇടുന്നതാണ്. നിങ്ങൾക്ക് എന്നാ ഇല്ലതെന്ന് വെച്ചാൽ അത് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഇല്ലത് നിങ്ങൾ ഇട്ടാൽ മതി. അതുകൂടി ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. ഇല്ലേ, ചാണപ്പൊടിയുടെ മേലെ വെണ്ണീര് പിന്നെ എല്ലായിടത്തും ഉണ്ടാവില്ല. ഇനി അതും ഇല്ലെങ്കിലും നിങ്ങൾ അതിന് ഒന്നും വിചാരിക്കണ്ട. ഇല നല്ലോണം ഇട്ടും കൊടുത്താൽ മതി. ചക്കയിലുള്ളവരാണെങ്കിൽ പിന്നെ മടലും വെണ്ണീരുണ്ടോ പിന്നെ നമ്മൾ ഇതിനിപ്പോൾ കുറച്ചും കൂടെ ഇല വാരിയിലിടാം. അതിൻ്റെ മേലെ കുറച്ചും കൂടെ ഇലയിടാം. ഇലയിട്ട കുറച്ച് അതിൻ്റെ മേലെ കുറച്ചും കൂടെ മണ്ണിടാം. നമുക്ക് മഞ്ഞൾ നടാം. ആദ്യം ഇലയിട്ടു, അതിൻ്റെ മേലെ ചാണപ്പൊടി ഇട്ടു, അതിൻ്റെ മേലെ വെണ്ണീരിട്ടു. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. നിങ്ങൾക്ക് എന്നാ വളവ് നിങ്ങൾക്കില്ലതെന്ന് വെച്ചാൽ എന്തെങ്കിലും പച്ചക്കറി വേസ്റ്റോ അങ്ങനെ നിങ്ങൾക്കില്ലത് ഇതിലിട്ട് നിറച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇല്ലത് ഇട്ടുന്നേ ഇല്ലേ. ഇതാ കണ്ടില്ലേ, മണ്ണും കൂടെ ഇത് നിറച്ചാണ്. ഏറ്റവും മേലെ മണ്ണ് നിറച്ചു. ഇനി നമുക്ക് ഈ ഒരു സഞ്ചിയിൽ 1-2 എണ്ണം നടാം. മഞ്ഞൾ ഞാൻ 2 എണ്ണം നടുന്നുണ്ട്. എന്താ ഇത്രയേ വേണ്ടു. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്ത് വെക്കാം. നമ്മളെ അതൊക്കെ തന്നെ ചെടി വെക്കുമ്പോൾ അവിടെ വെക്കാം. ഇതിനായിട്ടൊരു സ്ഥലം കണ്ടെത്തിയൊന്നും വേണ്ട. നമ്മൾ ചെടി നടുന്നില്ലേ അതുമാതിരി കൊട്ടയോടെ എടുത്തിട്ട് അവിടെ കൊണ്ടൊക്കെ നമുക്ക് ഒരു 5-6 ചാക്കിൽ ഇതുപോലെ നട്ടാൽ പിന്നെ നമുക്ക് അടുക്കള വേസ്റ്റ് എന്തെങ്കിലും കഞ്ഞിര വെള്ളമോ ഇതെല്ലാം മുളച്ചിട്ടാകുമ്പോൾ സമയം കിട്ടുമ്പോൾ അതിന് കൊണ്ടുപോയിച്ചാൽ മതി. ഇനി അഥവാ അങ്ങ് ഒഴിച്ചിട്ടെങ്കിലും ഒന്നുമില്ല, ദിവസം ഒഴിക്കൊന്നും വേണ്ട, എപ്പോഴെങ്കിലും അതിന് നോക്കിയാൽ മതി. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് വലിയ ചാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എന്താ ഇതുപോലെയുള്ള ചാക്കെല്ലാം ഉണ്ടെങ്കിൽ ഇത് 2-3 എണ്ണമെല്ലാം നടാം. ഒന്നും പ്രശ്നമില്ല. ചാക്ക് ഇല്ലവരില്ലതിനെ കൊണ്ട് നടാം. അതായത് അതുപോലെ എല്ലാം കണ്ടില്ലേ നിറച്ചിട്ടാ ചേമ്പ് നട്ടത് ഞാൻ അല്ല. ഇനിയിപ്പോൾ ഇതിന് ഇതുപോലെ നട്ടതാണ് ഞാൻ. എന്താ ചേമ്പ് ഇനി ലേശം ചാണപ്പൊടിയെല്ലാം ഇട്ട് പിന്നെ മണ്ണുമെല്ലാം ഇട്ട് ലേശം കൂടെ ഇലയെല്ലാം ഇട്ട് മണ്ണും ഇട്ടിട്ട് എന്നാൽ പിന്നെയൊന്നും വളം വേണ്ട. കുറച്ചും കിളിച്ചോളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ ആയി. നമുക്കായി. പിന്നെയൊന്നും വളം കൊടുക്കുകയോ വേണ്ട. വേണ്ടുന്ന വളയില്ല. ഇതെല്ലാം കണ്ടില്ലേ ഇതുപോലെ ഇല നിറച്ചതാണ്. ഇതുപോലെ നിങ്ങൾ ചെയ്യണം. വീഡിയോ കണ്ട് എല്ലാവരും ഇത് ചെയ്യാൻ നോക്കണം. നമുക്ക് വേണ്ടുന്ന മഞ്ഞൾ അമ്മ പാക്കറ്റ് മഞ്ഞൾ ഒരു കാരണവശാലും പാക്കറ്റ് മഞ്ഞൾ അമ്മ വാങ്ങിക്കൂടാ. അമ്മ ചെറിയ ഒരു ശ്രദ്ധയുണ്ടായാൽ നമുക്ക് ഇങ്ങനത്തെ എല്ലാം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കണ്ടില്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് വരും കേട്ടോ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം.